കുട്ടികളെ ഇന്ന് ഞാൻ നമ്മളുടെ പുതിയ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ചേക്കാം. ഇൻസ്ട്രക്ഷൻസിലെ പോയിൻറ്റ്സ് ഇതാണ്. യൂസ് ദ ഫസ്റ്റ് 15 minutes ടു റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് തിങ്ക് അബൌട്ട് ദ ആൻസേഴ്സ്. അപ്പോൾ അതേപോലെ തന്നെ ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സമയമാണ്. Then there are 26 questions split into 4 parts A, B, C, D. അതായത് 4 സെക്ഷനായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അതിനകത്ത് 26 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 4 വിഭാഗങ്ങളിലാക്കി തിരിച്ചിട്ടുണ്ട്. Then answer all questions, but in questions of the type A and B you need answer only one of those. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ചില ചോദ്യങ്ങളിൽ എ ഓർ ബി എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിലേതെങ്കിലും ഒരെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ എനി ഓർഡർ. റൈറ്റ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ആൻസേഴ്സ് ചെയ്യാം. അതായത് ഇപ്പോൾ 1ാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യണമെന്ന് തോന്നിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇടണം. ആൻസർ മസ്റ്റ് ബി എക്സ്പ്ലെയിൻ വെൻ എവർ നെസസറി. വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ചോദ്യം നമ്പർ 1 നോക്കുക. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് നോട്ട് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 7, 13 എക്സെട്ര. നമ്മൾ പഠിച്ചത് പാഠഭാഗങ്ങളൊക്കെ സെയിം തന്നെയാണ്. ചോദ്യത്തിൻ്റെ രീതിയിൽ ചെറിയൊരു വ്യത്യാസം വന്നെന്ന് മാത്രം. 1ാമത്തെ ചോദ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുള്ള അതേ ചോദ്യമൊക്കെ തന്നെയാണ്. എന്താണ് പറയുക, 1, 7, 13 എന്ന സീക്വൻസിൽ ഈ പറയുന്നതിനകത്ത് 61 ഒരു ടേം ആകുമോ? ബിലോ ഈസ് നോട്ട് എ ടേം എന്നാട്ടോ. 61, 81, 91, 121 ഇതിൽ ഒരാൾ ആ സീക്വൻസിലകത്തെ ടേം അല്ല. എങ്ങനെ കണ്ടെത്തും? അപ്പോൾ ഇതിലെ ടേംസിൻ്റെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1, 6 ആണ് 7, 7, 6, 13. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6. അപ്പോൾ ഞാൻ 7നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 1 6s are 6, റിമൈൻഡർ 1. 13നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 2s are 12, റിമൈൻഡർ 1. അപ്പോൾ ഈ ശ്രേണിയിലുള്ള ഓരോരുത്തരുടെയും പ്രത്യേകത എന്താണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന തരം നമ്പറുകളാണ്. അപ്പോൾ നമ്മുടെയിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് 61, 81, 91, 121. ഇതിലേത് നമ്പറിനെയാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരാത്തത് എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ ഇതെന്തായാലും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്തും? 10 × 60, റിമൈൻഡർ 1 വരും. അപ്പോൾ ഇതിനകത്ത് ഒരു ടേമാണ്. 81 എന്ന് പറയുമ്പം 81നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 6s are 6, 21നകത്ത് 6 3 18, റിമൈൻഡർ 3 വരുന്നുണ്ടല്ലേ. റിമൈൻഡർ ഇവിടെ എത്ര വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായി എന്താണ് 81 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം അല്ല. നോക്കാം. 91 എന്ന് പറയുമ്പം നമുക്ക് നോക്കാം. 91 ഡിവൈഡഡ് ബൈ 3 അല്ലേ. 3 9 90 30, റിമൈൻഡർ 1 വരും. ഓക്കെ, അടുത്തത് 120 ആണെങ്കിൽ വരും. 120 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കംപ്ലീറ്റ് ഡിവിസിബിൾ ബൈ 6 ആണ്. റിമൈൻഡർ അവിടെ 1 വരുന്നുണ്ട്. സോ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഇതിനകത്തൊരു ടേം അല്ലാത്ത ആൾ എന്ന് പറയുന്നത് ആരാണ്? 81 ആണ് ഇതിൻ്റെ അകത്ത് ഒരു ടേം അല്ലാത്ത ആൾ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. അടുത്തത് സെക്കൻഡ് ചോദ്യം. റീഡ് ദ 2 സ്റ്റേറ്റ്മെൻറ്റ് ബിലോ. Statement A, if the 5th term of an arithmetic sequence is 8, then the sum of the 3rd and 7th term is 16. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു സീക്വൻസിൻ്റെ 5th ടേം കൊടുത്തിട്ടുണ്ട് 8 എന്ന്. then the sum of the 3rd and 7th term is 16. then സ്റ്റേറ്റ്മെൻറ്റ് B പറയുന്നത് സം ഓഫ് ദ 2 numbers got by adding and subtracting the same number from a number the twice is the number. Now choose the correct answer from those given below. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ആദ്യം നമ്മൾ സത്യമാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ശരിയല്ലേ? ഇഫ് ദ 5th ടേം എന്ന് പറയുന്നത് 8 ആണെങ്കിൽ then the sum of the 3rd and 7th ടേം ഈസ് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് 8 × 2 16 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റ്. ഇഫ് ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 8
ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ ചെയ്ത് കാണിക്കണോ? വേണം ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ 8 നമ്പർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. 1 2 3 4 5 6 7 8. ഫിഫ്ത്ത് നമ്പർ 1 2 3 4 5. ഫിഫ്ത്ത് നമ്പർ എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേമും സെവൻത്ത് ടേമും ആഡ് ചെയ്താൽ 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ലേ? അതായത് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് 8ൻ്റെ ഡബിളാണ്. ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എന്താണ്? 8ൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. അതായത് തേർഡ് ടേമും സെവൻത്ത് ടേമും തമ്മിലുള്ള സം എന്ന് പറയുന്നത് 16 ആയിരിക്കും എന്നുള്ളത് ഷുവറാണ്. കാരണം ഈ മിഡിൽ ടേം ഇൻറ്റു 2 ആയിരിക്കും തേർഡ് പ്ലസ് സെവൻത്ത് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അടുത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സം ഓഫ് ദ ടു നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ദ സെയിം നമ്പർ ഫ്രം എ നമ്പർ ഈസ് ട്വൈസ് ദിസ് നമ്പർ. ഈ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ തന്നെയല്ലേ? അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ ദ സം ഓഫ് ടു നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ദ സെയിം നമ്പർ ഫ്രം എ നമ്പർ. ഒരു നമ്പറിൽ നിന്നും ഒരേ നമ്പർ കൂട്ടുകയും ഒരേ നമ്പർ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ ട്വൈസ് ആണ്. അത് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഞാൻ എഴുതി കാണിച്ചാൽ നമുക്ക് എഴുതാവുന്ന ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ആണെന്ന് വിചാരിക്കുക. 10നോട് കൂടി ഞാൻ 2 ആഡ് ചെയ്തു, 10ൽ നിന്നും ഞാൻ 2 മൈനസ് ചെയ്തു. സോ ഇത് 12, ഇത് 8 ആണ്. 12 8 എത്താണ് 20. അതായത് ഈ ആദ്യത്തെ നമ്പറിൻ്റെ ടോയ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? നമുക്ക് ആൻസർ പോർഷനാണ് ഈ 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ ട്രൂ ആണ്, ബി ഫോൾസ് ആണ്. അത് തെറ്റാണ്. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. എ ഈസ് ഫോൾസ്, ബി ഈസ് ട്രൂ, അതും തെറ്റാണ്. ഇത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ബിയും കറക്റ്റ് തന്നെയാണ്. ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. അതായത് രണ്ടും ശരിയാണ്, പക്ഷേ ബി എന്ന് പറയുന്നത് എയുടെ കാരണം കൊണ്ടുണ്ടായതാണോ? അല്ല, ഒരിക്കലും ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് ആർ ട്രൂ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. എയുടെ കാരണം കൊണ്ടല്ല ബിയിലെ ആൻസർ അങ്ങനെ വന്നത്. രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ശരിയായ വസ്തുതകളാണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എക്സാമിന് നിങ്ങൾ ആകെ ഉത്തരം എഴുതേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 4 ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ എന്നുള്ളത് മാത്രമാണ് ആൻസർ പോർഷനായിട്ട് വരേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും വർക്കൗട്ട് പേജിൽ എവിടെയെങ്കിലും ചെയ്ത് നോക്കിയതിന് ശേഷം ഓപ്ഷൻ 4 മാത്രം ആൻസറായിട്ട് എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക കേട്ടോ. അടുത്തത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് അതിൽ എ ഓർ ബി ഉണ്ട് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? തേർഡ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ എ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ബി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ തേർഡിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി, ഒരെണ്ണത്തിനേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എ ക്വസ്റ്റ്യൻ പറയാം. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 80 ആൻഡ് ദ സെവൻത്ത് ടേം ഈസ് 60. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദി സീക്വൻസ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഞാൻ ചെയ്തുകൂടെ കാണിക്കാം. നമുക്കറിയാം ഫോർത്ത് ടേം എന്ന് പറയുന്നത് 80 ആണ്, സെവൻത്ത് ടേം 60 ആണ്. സോ പൊസിഷനും ടേമും തന്നിരുന്നാൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? 60 മൈനസ് 80 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -20/3. അപ്പോൾ ഇത് നിങ്ങൾ കട്ട് ചെയ്യാനൊന്നും പോകണ്ട. -20/3 എന്ന് തന്നെ, കാരണം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല അല്ലേ? 23 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു -20/3 എന്ന് എഴുതുക. ഇനി ഓപ്ഷൻ എ എന്താണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ 10th ടേം? എ എന്ന് പറയുന്നത് 10th ടേം എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ 10th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 7th ടേമിനോട് കൂടി 3 ഡി ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 3 × d ചെയ്താൽ മതി, ശരിയല്ലേ? 3 d ആഡ് ചെയ്യുന്നതിന് 7th ടേമിനോട് കൂടി 3 ടേംസ് 8 9 10 3 ടേംസ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് 10th ടേം കിട്ടും. സോ 7th ടേം ഈസ് 60 പ്ലസ് 3 × d എത്രയാണ്? -20/3. സോ ഇവിടുന്ന് കണ്ടോ, ഈ 3യും 3യും കട്ടാക്കിയാൽ എളുപ്പമുണ്ട്. നമുക്കത് ഡിവൈഡ് ചെയ്ത് ഡെസിമലൊന്നും നിങ്ങൾ ആക്കണ്ട. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ 60 - 20 എന്താണ്? 10th ടേം എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ ഇവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്നാണ് അല്ലേ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം. അപ്പോൾ
അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം നമ്മുടെ കയ്യിൽ ഫോർത്ത് ടേം ഉണ്ടല്ലേ. ഫോർത്ത് ടേം എന്ന് പറയുന്നത് ആരാണ്? ഫോർത്ത് ടേം ഈക്വൽ ടു 80 ആണെങ്കിൽ 80-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 80-ൽ നിന്ന് 3D കുറച്ചാൽ പോരെ? 3 ഇൻറ്റു D ചെയ്താൽ മതി. സോ 80 മൈനസ് 3 ഇൻറ്റു -20/3. സോ ഇവിടെ ഈ 3യും 3യും കട്ടാകും. 80 മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? +20 എന്നാവും. ഇവിടെ ഒരു ബ്രാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് മൈനസ് ഇൻറ്റു മൈനസ് ആവുന്നത്. സോ 80 + 20 100 ആണ് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നോക്കാം. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടില്ല, രണ്ടും അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടില്ല. പിന്നെ രണ്ടും ചെയ്തു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ 3-ലെ എയ്ക്കോ ബിക്കോ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഇങ്ങനെ ഓർ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ചോദ്യത്തിൽ ഏതാണ് ഈസി ക്വസ്റ്റ്യൻ അത് ആദ്യം ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി വായിക്കാം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് 8, 15, 22 etc. Can the difference between any two terms be 56? ഇതിലെ ഏതെങ്കിലും രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് 56 വരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ടീച്ചർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞേക്കാം. 8, 15, 22 എന്നാണല്ലോ സീക്വൻസ് പോയിരിക്കുന്നത്. സോ ഇവിടെ കോമൺ ഡിഫറൻസ് പറയുന്നത് 7. 8, 7, 15, 15, 7, 22. സോ ഇവിടെ കോമൺ ഡിഫറൻസ് 7 ആണ്. ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടൈം ഈസ് ബി 56 വരുമെന്ന്. സോ 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് 56 നോക്കിയാൽ 7ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഏത് നമ്പേഴ്സിനെയും ഇവിടെ നോക്കുക. 12ൻ്റെയും 8ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 14. കണ്ടോ? 8 മുതൽ 12 വരെയുള്ളത് ഡിഫറൻസ് 14 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 7ഓ 7ൻ്റെ മൾട്ടിപ്പിളോ വന്നാൽ ആ നമ്പർ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുണ്ട് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 58, 7s are 56. സോ 56 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിഫറൻസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. സോ ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേം ബി 56 എന്ന് ചോദിച്ചാൽ യെസ് എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ആൻസർ വരുന്നത്. ഈസ് 302 എ ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈഫ് സോ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? 302 ഇതിലെ ഒരു സീക്വൻസ് ആകുമോ? അപ്പോൾ ഈഫ് സോ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ടീച്ചറൊന്ന് ഉറപ്പിക്കാനുള്ള മാർഗ്ഗവും കൂടെ പറഞ്ഞുതരാം. എന്താണ്? ഇവിടെ ഫസ്റ്റ് ടേമായ 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും. 15നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 1 വരും. സോ 302നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 101 റിമൈൻഡർ വരുമോ നോക്കിയാൽ പോരെ. 302നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 7 4 28 2 22 7 3s are 21 റിമൈൻഡർ 1 വന്നുകൊണ്ട് തന്നെ എന്ത് പറയാം? 302 എന്നത് ഈ സീക്വൻസിൽ ഒരാളാണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ടൈം ആണ് എങ്കിൽ ആ 302 എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് എന്ത് ടൈമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 302നെ കൺസിഡർ. അപ്പോൾ എന്ത് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? dn പ്ലസ് d എത്രയാണ്? 7n പ്ലസ് ഫസ്റ്റ് ടൈം മൈനസ് d ദാറ്റ് ഈസ് 1. 7n + 1 ആണല്ലോ ഇതിന് കോമൺ ഡിഫറൻസ്. അപ്പം 7n + 1 ഈക്വൽ ടു 302 എന്ന് എടുത്താൽ n കണ്ടുപിടിക്കാമല്ലോ. സോ 7n ഈക്വൽ ടു 302 - 1. 7n ഈക്വൽ ടു 301. n ഈക്വൽ ടു 301/7. എന്ത് വരും? 7 4 28 വരും. റിമൈൻഡർ ടു 21-നകത്ത് 43. 43ാമത്തെ ആളായിരിക്കും. നിങ്ങൾ സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്ത ടീച്ചർ വേഗം ഒന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ. 43rd ടേം ആയിരിക്കും ആര്? 302 എന്ന് പറയുന്നത്. ഓക്കെ.